ഹൈപ്പോതൈറോയിഡിസം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അണ്ടർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രശ്നം കൊണ്ടാണ് ഹൈപ്പോതൈറോയിഡിസം വരുന്നത്. അതിന് ഒത്തിരി സിംറ്റംസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ സൊല്യൂഷൻ പലർക്കും പലപ്പോഴും മനസ്സിലാവാറില്ല. ഒരു മെഡിക്കേഷൻ കൊണ്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്തു പോകും. അതിനകത്ത് മെയിനായിട്ട് എല്ലാവരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം ലിവർ ഓവർലോഡഡ് ആവുക എന്നുള്ളതാണ്. ലിവർ ഓവർലോഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലിവർ ഡീടോക്സ് ചെയ്യുക. എങ്ങനെയാണ് ലിവർ ഡീടോക്സ് ചെയ്യേണ്ടത്? ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലൂടെ. അതായത് നിങ്ങൾ നേരത്തെ ഡിന്നർ കഴിച്ച് രാവിലെ വരെയുള്ള സമയത്തിന് 15 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കൊടുത്ത് ലിവർ ഡീടോക്സ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് മിനറൽസുകളായ സിങ്ക്, സെലീനിയം, T4 കൺവേർട്ടിംഗ് ടു T3 ഒത്തിരി പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ പംകിൻ സീഡ്സ്, അതുപോലെ ബ്രസീൽ നട്ട്സ്, ഇതുപോലത്തെ നട്ട്സും സീഡ്സും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ ദിവസവും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. മൂന്നാമതായി പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക്സ്. ചായ, കാപ്പി മുതലായവ ഒഴിവാക്കിയിട്ട് നല്ല മഞ്ഞളും ഇഞ്ചിയും തുളസിയും ഇങ്ങനെയൊക്കെയുള്ള ഹെർബൽ ഡ്രിങ്ക്സ് കുടിക്കാനും ശ്രദ്ധിക്കുക.